എൻ്റെ ഫസ്റ്റ് ട്രിമസ്റ്ററിലും സെക്കൻഡ് ട്രിമസ്റ്ററിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഇഡ്ഡലിയും സാമ്പാറും അല്ലെങ്കിൽ ഇഡ്ഡലിയും ചമ്മന്തിയും കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് വൈകുന്നേര സമയത്താണ് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് എവിടെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. നമ്മളാണെങ്കിൽ ഇവിടെ ശ്രീകാര്യത്ത് കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ലാസ്റ്റ് നമുക്ക് മസാല ദോശ കിട്ടുമായിരുന്നു, ഇഡ്ഡലി കിട്ടാറില്ല കേട്ടോ. പക്ഷേ നമുക്ക് കഴക്കൂട്ടത്ത് ഇഡ്ഡലി കിട്ടുന്ന കുറേ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. അന്ന് ഞാനൊരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴത്തേ അതിൽ ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴക്കൂട്ടത്ത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ കറക്റ്റാണ് കേട്ടോ, കഴക്കൂട്ടത്ത് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയി ഫുഡ് കഴിച്ചതാണ് ചായക്കാരി എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ. അത്യാവശ്യം നല്ല ഫുഡുമാണ്, അതുപോലെ തന്നെ നല്ല റേറ്റും ആയിരുന്നു കേട്ടോ. വെറൈറ്റി ദോശകളും അതുപോലെ തന്നെ വെറൈറ്റി ഇഡ്ഡലികളും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് മറ്റേ ഇഡ്ഡലി ഉണ്ടല്ലോ, കുഞ്ഞു പൊടി ഇഡ്ഡലി ഉണ്ടല്ലോ, അതാണ് വാങ്ങിച്ചത്. അതാണെങ്കിൽ സാമ്പാറിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചട്നീസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും വാങ്ങിച്ചത് ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. കാരണം ഇപ്പോൾ എല്ലാവരും ഒരേപോലെ വാങ്ങിച്ചിട്ട് എല്ലാവരും ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പലതാണ് കേട്ടോ വാങ്ങിയത്. അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെ കൂടെ കേസരി ഉണ്ടായിരുന്നു.